നമസ്കാരം, കൂടുതലും സുഹൃസാറാണ്. +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ ഒത്തിരി കുട്ടികൾ എന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നോട് വാട്സപ്പിലാണെങ്കിലും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ശരിയാ, പല ചാനലുകളിലും ഇങ്ങനെ വരും എന്നും വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ കൂടെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുവരെ അതിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിന്റെ കാരണം തന്നെ ഇപ്പൊ അവധിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്നാണ് എല്ലാരും ഒന്ന് ഒത്ത് എത്തിയത്. ഇനി അതിന്റെ ഏകദേശം ഇതിന്റെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. പക്ഷെ അതിന്റെ ടാബുലേഷൻ വർക്ക്സുകളൊക്കെ ഒരുമിച്ച് കംപ്ലീറ്റ് ആയി. ഇനി അത് ബോർഡിൽ ചെന്ന് അവിടെ ബോർഡിൽ നിന്നും അതിനൊരു അപ്രൂവൽ കിട്ടി. അങ്ങനെ ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടി. ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം വേണ്ടായോ, ഒത്തിരി പണികളൊക്കെ ഉണ്ട്, ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. കാരണം ഇത് ചുമ്മാ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ റിസൾട്ട് വരുന്ന ദിവസം തന്നെ നമ്മുടെ ഇംപ്രൂവ്മെന്റ്, അതിന്റെ റിവാലുവേഷന്റെ ഡേറ്റും എല്ലാം വരണം. അപ്പൊ അതിനൊക്കെ തീരുമാനിച്ചിട്ട് വേണം ഇത് തുടങ്ങാൻ. അല്ല ചുമ്മാ ഡിക്ലെയർ ചെയ്തു റിസൾട്ട് അങ്ങ് വരുത്തുക, എന്നിട്ട് അതിന്റെ റിവാലുവേഷന്റെ ഡേറ്റ് ഒന്നും തരാതിരിക്കാൻ പറ്റില്ല. റിസൾട്ട് വരുന്ന ദിവസം തന്നെ വൈകിട്ട് നോട്ടിഫിക്കേഷൻ വരും, നമ്മുടെ റിവാലുവേഷൻ ഡേറ്റും കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതിനെല്ലാം ഇച്ചിരി സമയം വേണം. അതുകൊണ്ട് എന്റെ നോട്ടത്തിൽ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച, ശനിയാഴ്ച, അതിനപ്പുറം പോകത്തില്ലായിരിക്കും. പക്ഷെ അതുവരെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഇപ്പോഴത്തെ രീതികൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിലും ഈ വർഷം ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമുക്ക് നേരത്തെ തന്നെ സെപ്റ്റംബറിൽ നടക്കുന്നു, അത് മാത്രമായതുകൊണ്ട് അത് നോക്കി തീർത്ത് വിടാൻ എളുപ്പമായിരുന്നു. ഈ വർഷത്തെ അവസ്ഥ അങ്ങനെയല്ല. +1ഉം +2ഉം അതുപോലെ +1 ഇംപ്രൂവ്മെന്റ് എല്ലാം ഒരു സ്കൂളിൽ നടന്നിട്ട് ഇതെല്ലാം കൂടെ പേപ്പർ ഒരുമിച്ച് അവിടെ ചെന്നിട്ട് ഇത് മാറ്റി സോർട്ട് ചെയ്ത് +1 ഇംപ്രൂവ്മെന്റിന്റെ മാത്രം നോക്കി അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഇച്ചിരി ലേറ്റ് ആവുന്നതിന് ഈ വർഷം കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഡേറ്റ് എപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നു അന്നേരം നിങ്ങൾക്ക് എത്തിച്ചിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യാം. ഉടൻ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെ നോക്കണം ക്ലിയർ ചെയ്ത് എല്ലാം നമ്മുടെ ഈ ചാനൽ വരും. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ആഗ്രഹിക്കുന്നവർക്കെല്ലാം നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചേരാം, അടിപൊളി മാർക്ക് കിട്ടും. ഓക്കെ, ഗുഡ് ബൈ.